ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട 2-3 ഹോട്ട് ടോപ്പിക്കുകൾ അടങ്ങിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെ നമ്മുടെ ചാനലിൽ കയറി കാണുക, വീഡിയോ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഏകദേശം 50ഓളം ടോപ്പിക്കുകൾ നമുക്കിങ്ങനെ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ഹോട്ട് ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉള്ള, കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ PDF പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആർടോക്സ് PSC എന്ന് പറയുന്ന ചാനലിലെ റോഷൻ സാറിന്റെ PDF ആണ്. അത് 9846243384 ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇതുപോലുള്ള ഡെയിലി ഫ്രീ PDF നമ്മൾ LDC LGSന് വേണ്ട ഫ്രീ PDFും അതുപോലെ തന്നെ അതിന്റെ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ PDF നമ്മൾ നോക്കുന്നത് പൗരത്വമാണ്. പൗരത്വം നമുക്കറിയാം, പൗരത്വത്തെ കുറിച്ചുള്ള പൗരത്വം, അതുപോലെ മൗലിക അവകാശം, അതുപോലെ മൗലിക കടമകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കാൻ നല്ല ചാൻസുകളാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിച്ചിരിക്കണം. അപ്പോൾ അതിന്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഈ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് പൗരത്വമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു? നമുക്കറിയാം, ഒറ്റ പൗരത്വം അല്ലെ ഏക പൗരത്വം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന പൗരത്വം എന്ന് പറയുന്നത് ഏക പൗരത്വമാണ്. ചില രാജ്യങ്ങളിൽ നമുക്കറിയാം എന്താണ് 2 പൗരത്വം ഒക്കെ അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത് ഏക പൗരത്വം മാത്രമാണ്. ഓക്കെ, ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്ന ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അപ്പോൾ ഉപരാഷ്ട്രപതിയാണ് അല്ലെ. ആദ്യത്തെ പൗരൻ ആരാണ്? രാഷ്ട്രപതിയാണ്. സോ ദ്വിതീയാണ് ചോദിച്ചത്, സെക്കൻഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ആദ്യത്തെ ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഏത് തീയതിയിലോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും ജന്മന ഇന്ത്യൻ പൗരനാണ്. ഏതാണ് തീയതി എന്ന് വെച്ചാൽ 1950 ജനുവരി 26. ഓക്കെ, 1950 ആ ഡേറ്റിലോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും എന്താവും? ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരനാണ്. അപ്പൊ ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ നമുക്ക് 5 വകുപ്പുകളും നഷ്ടപ്പെടാൻ 3 വഴികളുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഒരു വഴിയാണ് ഇത് ജന്മനാ ഉള്ള പൗരത്വം എന്ന് പറയുന്നത്. സോ 1950 ജനുവരി 26 അല്ലെങ്കിൽ അതിനുശേഷമോ ജനിച്ച ഇന്ത്യയിൽ ജനിച്ച ആരും എന്താവും? നോർമലി ഇന്ത്യൻ പൗരനാവും. ഓക്കെ, ഇന്ത്യയിലെ പ്രഥമ പൗരൻ ആരാണ്? രാഷ്ട്രപതിയാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്. പക്ഷെ ദ്വിതീയ പൗരൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഗവർണറാണ്. ഓക്കെ, സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഓക്കെ, പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഓക്കെ, പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം അത് ഗോവയാണ്. പൗരത്വ നിയമ ഭേദഗതി അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം അത് ഗോവയാണ്. 2002 ഏത് കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കാവുന്നതാണ് എന്ന് ശുപാർശ മുന്നോട്ട് വെച്ചു വെച്ചാൽ LM സിംഗ്വി കമ്മിറ്റിയാണ്. ഓക്കെ, LM സിംഗ്വി കമ്മിറ്റിയാണ് 2002 എന്താണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കാം എന്ന് ശുപാർശ മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പക്ഷെ അതെന്താണ്, അത് അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ്. ഇപ്പോഴും നമ്മൾ തുടരുന്ന എന്താണ്, ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഇന്ത്യയിൽ തുടരുന്നത്. ഓക്കെ, അപ്പൊ 2019 പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. 2019 പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ മാസം 12-ാം തീയതി. ഓക്കെ, 2019 ഡിസംബർ 12-നാണ് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അപ്പൊ ഈ അടുത്തിടെയാണ് ഇതിന്റെ പൗരത്വം നൽകുകയൊക്കെ ചെയ്തത്. അപ്പൊ അതൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനിടയിലാണ് എന്താണ് മറ്റ് രാജ്യക്കാർക്കൊക്കെ, ഇപ്പൊ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ളവർക്ക് പൗരത്വം നൽകിയത്. ഓക്കെ, അപ്പൊ ആ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2019 ഡിസംബർ മാസം 12-നാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ പുതിയ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്ന എപ്പോഴാണ്? അത് 2020 ജനുവരി മാസം 10-നാണ്. ഓക്കെ, 2020 ജനുവരി മാസം 10-നാണ് ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. ഒപ്പുവെക്കുന്നത് 2019 ഡിസംബർ മാസം 12-നാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 2020 ജനുവരിയിലാണ് ഇത് നിയമം നിലവിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് OCI ആണ്. OCI എന്ന് പറയുമ്പോൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ OCI കാർഡ് ലയിപ്പിച്ച് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് പിൻവലിച്ച വർഷം എപ്പോഴാണ്? 2015-ആണ്. ഓക്കെ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിൽ ലയിപ്പിച്ച് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് PIO എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നൊരു കാർഡ് നമുക്കുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യുന്നു? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന കാർഡിൽ ലയിപ്പിക്കുന്നു. അപ്പോൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന കാർഡ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന കാർഡ് ലയിപ്പിച്ചുകൊണ്ട് ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന കാർഡ് പിൻവലിച്ചു. ആ വർഷം 2015-ആണ്. ഇത് പണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റാങ്ക് ഫയലിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ആദ്യമായി നൽകിയത് 2006 ജനുവരി 9-നാണ്. ഓക്കെ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ
ഇന്ത്യ കാർഡ് പ്രവാസികൾക്ക് നൽകിയത്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് പ്രവാസികൾക്ക് നൽകിയത് 2006 ജനുവരി 9-നാണ്. 2015 ഇന്ത്യയുണ്ട് അത് പിൻവലിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതായത് നമ്മുടെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യയിൽ 2015 ലയിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിൻവലിക്കുന്നില്ല, ലയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ആദ്യമായി നൽകിയത് 2002 സെപ്റ്റംബർ മാസം 15-നാണ്. ഓക്കെ, സോ പി ഐ നൽകുന്നത് 2002 സെപ്റ്റംബർ 15-നാണ്. 2002 സെപ്റ്റംബർ 15-നാണ് പി ഐ നൽകുന്നത്. എന്നാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ കാർഡ് നൽകുന്നത് എപ്പോഴാണ്? 2006 ജനുവരി മാസം 9-നാണ്. ഓക്കെ, 2006 ജനുവരി മാസം 9-നാണ് അത് നൽകുന്നത്. ആ രണ്ട് ഡേറ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇന്ത്യയിൽ പൗരത്വ നിയമം ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം എപ്പോഴാണ്? 1986-ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ പൗരത്വ നിയമം ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1986-ആണ്. ഓക്കെ, ഇനി അടുത്തത് പരിത്യാഗം, അവസാനിപ്പിക്കൽ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുത്തുന്നുള്ള മൂന്നാമത്തെ വഴി ഏതാണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ വേണ്ടി നമുക്ക് 5 അവസരങ്ങളുണ്ട്. 5 വഴിയോടെ നമുക്ക് പൗരത്വം ലഭിക്കാം. അതുപോലെ തന്നെ 3 അവസരങ്ങൾ വഴി 3 അവസ്ഥകൾ വഴി നമുക്ക് പൗരത്വം നഷ്ടമാക്കാം. അപ്പൊ അത് ആദ്യത്തെയാണ് ഇത് പരിത്യാഗം എന്നത്, ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് അവസാനിപ്പിക്കലാണ്. മൂന്നാമത്തെയാണ് ഇത് തിരിച്ചെടുക്കൽ. 3 വഴിയാണല്ലോ. ഒന്ന് പരിത്യാഗം, പിന്നൊന്ന് അവസാനിപ്പിക്കൽ, മറ്റൊന്ന് തിരിച്ചെടുക്കൽ. അപ്പോൾ പൗരത്വം, ചില ആൾക്കാരുടെ പൗരത്വം എന്ത് ചെയ്യുന്നു? ഈ ഭാരതം നമ്മുടെ കൊടുത്ത അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പാണ് ഈ പൗരത്വം നൽകുന്നത്. ആഭ്യന്തര വകുപ്പ് ഏത് വകുപ്പാണ് ഈ പൗരത്വം നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ അഫയേഴ്സ് വകുപ്പാണ് അത് നൽകുന്നത്. അപ്പോൾ അത് തിരിച്ചെടുക്കുക, ആ പൗരത്വം ഇല്ലാതാക്കാണ്. അപ്പോൾ 3 അവസ്ഥയിലൂടെ നമുക്ക് പൗരത്വം നഷ്ടമാകാം. ഒന്ന് പരിത്യാഗമാണ്, മറ്റൊന്ന് അവസാനിപ്പിക്കലാണ്, പിന്നെ ഒന്ന് തിരിച്ചെടുക്കലാണ്. അത് 3 ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് ഭാരതത്തിൽ ഉൽപ്പത്തി ഉണ്ടായിരിക്കുകയും ഭാരതത്തിന് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 8-ലാണ്. ഓക്കെ, ഭാരതത്തിൽ ഉൽപ്പത്തി ഉണ്ടായിരിക്കും, പക്ഷെ ഭാരതത്തിന് പുറത്ത് പ്രവാസികളായി താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 8-ആയിരുന്നു. അപ്പോൾ ഈ പണ്ട് നമ്മൾ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയുന്ന, അതായത് വളരെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന 14 അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 20, 21, അതുപോലെ 23, 24 അങ്ങനത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ചാൽ PSC കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ ഭാഗങ്ങൾ, അതായത് ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ, മൗലിക അവകാശ കടമകൾ, അതുപോലെ നമ്മുടെ മൗലിക അവകാശങ്ങൾ, കടമകൾ, അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആ 1-ാമത്തെ ആർട്ടിക്കിൾ തൊട്ട് ഏകദേശം 50 വരെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഏകദേശം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിലൊക്കെ നമ്മൾ ഇപ്പം ഗോവധം, മദ്യനിരോധനം, അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന എക്സാമിനാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിഗ്രി ഫിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് വെക്കുക. അപ്പോൾ ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ ഒരു പ്രഖ്യാപനത്തിലൂടെ അത് നിരസിച്ച് പൗരത്വം നഷ്ടപ്പെടുന്ന ഏത് പേരിൽ അറിയപ്പെടുന്നു? പരിത്യാഗം എന്നറിയപ്പെടുന്നു. ഇപ്പൊ ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ, അപ്പോൾ ഒരാൾക്ക് എനിക്കിപ്പോൾ ഒരു ഇന്ത്യൻ പൗരത്വം ഉണ്ട്, അതെന്ത് ചെയ്യുന്നു? അതെനിക്ക് വേണ്ട, ആ പൗരത്വം ഇനി മുതൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുള്ളത്? പരിത്യാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിൽ നഷ്ടപ്പെടാന്ന് വെച്ചാൽ പരിത്യാഗം, നിർത്തൽ ചെയ്യൽ, അല്ലെങ്കിൽ പൗരത്വ അപഹാരം എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് പരിത്യാഗം, ഇങ്ങനെ വേണ്ടാന്ന് വെക്കൽ, പിന്നെ നിർത്തൽ ചെയ്യൽ, പിന്നെ പൗരത്വ അപഹാരം, നമ്മൾ തിരിച്ചെടുക്കൽ എന്ന് പറഞ്ഞ രീതിയിൽ. അങ്ങനെ 3 രീതിയിൽ നമുക്ക് പൗരത്വം നഷ്ടപ്പെടാം. അപ്പൊ എത്ര രീതിയിൽ നമുക്ക് പൗരത്വം ആർജിക്കാം, എത്ര രീതിയിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം ആവാൻ സാധിക്കും? ഒന്ന് ജന്മസിദ്ധമായ പൗരത്വം. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് 1950 ജനുവരി 26 ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ആർക്കും എന്താണ് പൗരത്വം ലഭിക്കും, ഇന്ത്യൻ പൗരനായി മാറും. അപ്പോൾ ജന്മസിദ്ധമായി പൗരത്വം ലഭിക്കുന്ന ആദ്യത്തെ വഴി. പിന്നെ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം നമുക്ക് ലഭിക്കും. പിന്നെ രജിസ്ട്രേഷൻ വഴി നമുക്ക് ലഭിക്കും. പിന്നെ ചിരകാലാധിവാസം മുഖേന നമുക്ക് ലഭിക്കും. പിന്നെ പ്രദേശ സംയോജനം മൂലം ലഭിക്കും. അപ്പൊ 5 വഴിയിലാണ് ലഭിക്കുക. ഒന്ന് ജന്മസിദ്ധമായിട്ട് നമുക്ക് ലഭിക്കും, പിന്നെ നമ്മുടെ പിന്തുടർച്ചക്കാർ വഴിയുള്ള പൗരത്വം ലഭിക്കും, പിന്നെ രജിസ്ട്രേഷൻ വഴി നമുക്ക് ലഭിക്കും, പിന്നെ ഒരുപാട് നാൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ലഭിക്കും, പിന്നെ പ്രദേശം, ഏതെങ്കിലും ഒരു പ്രദേശം നമ്മൾ അക്യൂർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഒക്കെ പ്രദേശം അല്ലെങ്കിൽ ചൈനയായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് എന്ത് തർക്കം നടക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വില്ലേജ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തർക്കം വരിക. അപ്പൊ ആ തർക്കത്തിന്റെ അവസാനം അത് ഇന്ത്യയുടെ ആണ് എന്ന് തീരുമാനിക്കുകയും ആ ഇന്ത്യ അത് അക്യൂർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? സംയോജനം മൂലം അത് ഇന്ത്യക്കാരായി മാറുകയും അവർക്ക് എന്ത് ചെയ്യും? പൗരത്വം ലഭിക്കുകയും ചെയ്യും. സോ 5 വഴിയിലൂടെ പൗരത്വം ലഭിക്കും. ഓർമ്മിച്ച് വെക്കുക: ജന്മസിദ്ധമായ വഴി, പിന്തുടർച്ച വഴിയുള്ള വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാലാധിവാസം വഴി, പിന്നെ പ്രദേശ സംയോജനം മൂലം. അങ്ങനെ 5 വഴിയിൽ നമുക്ക് ലഭിക്കും. 3 വഴിയിൽ നഷ്ടപ്പെടും. 1 പരിത്യാഗം, 2 നിർത്തൽ ചെയ്യൽ, 3 പൗരത്വ അപഹാരം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ച ശേഷം രജിസ്ട്രേഷനോടെ ഇന്ത്യൻ പൗരത്വം അപേക്ഷിക്കുന്ന വെച്ചാൽ 7, നമ്മളിവിടെ രജിസ്ട്രേഷൻ വഴി എന്ന് പറഞ്ഞില്ല, അത് 7 വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. 7 വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വത്തിന്റെ അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ പൗരത്വ നിയമത്തിന്റെ സെക്ഷൻ 10 പ്രകാരം ഒരു വ്യക്തിയുടെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ഓക്കെ. നമ്മുടെ പൗരത്വ നിയമത്തിന്റെ സെക്ഷൻ 10 പ്രകാരം ഒരു വ്യക്തിയുടെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും, ഈ പൗരത്വം വേണമെങ്കിൽ ഒരാളുടെ പൗരത്വം വേണ്ട, അല്ലെങ്കിൽ അയാൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ പൗരത്വം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും, വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വഴിയുള്ള പൗരത്വത്തെ കുറിച്ച് വിവരിക്കുന്ന പൗരത്വ നിയമത്തിൽ എത്രാമത്തെ വകുപ്പിലാണ്? 7-ാം വകുപ്പിലാണ്. നമ്മൾ പറഞ്ഞില്ല നേരത്തെ പ്രദേശ സംയോജനം എന്ന് പറഞ്ഞില്ല. പ്രദേശ സംയോജനം എന്ന് പറയുമ്പോൾ ഒരു വില്ലേജിനെയോ ഒരു ഗ്രാമത്തെയോ ഒരു വില്ലേജിനോ അല്ലെങ്കിൽ ഒരു ഏരിയയോ ഒരു വാസ്റ്റ് ഏരിയയോ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പൗരത്വത്തെ കുറിച്ച് അതിനെക്കുറിച്ച് വിവരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് 7-ാം വകുപ്പാണ്. എന്നാൽ പൗരത്വ നിയമത്തിന്റെ സെക്ഷൻ 10 പ്രകാരമാണ് ഒരു വ്യക്തിയുടെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളത്. ഓക്കെ. അപ്പൊ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഇത് ആർട്ടിക്കിൾ 9. ഓക്കെ. പൗരത്വം മീൻസ് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഇപ്പം പലരും ചെയ്യുന്നതാണ്, ഇപ്പം പലരും PR-നൊക്കെ മീൻസ് സിറ്റിസൺഷിപ്പിനൊക്കെ വേണ്ടി അപേക്ഷിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ തന്നെ മറ്റു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ താമസിച്ച് അവിടുത്തെ സിറ്റിസൺ ആവാൻ ശ്രമിക്കാറുണ്ട്. ഓട്ടോമാറ്റിക്കലി അവിടുത്തെ സിറ്റിസൺ ആവുന്നത് കൂടി നമ്മുടെ പൗരത്വം ചെയ്യും അവർക്ക് നഷ്ടമാവും. അതാണ് അത് പറയുന്ന അനുച്ഛേദം. അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 9 ഓക്കെ. അപ്പൊ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്യുന്ന വിദേശ വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കാനുള്ള മാർഗ്ഗമാണ് ഇത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ 5 മാർഗ്ഗത്തിൽ ഒന്നാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്യുന്ന വിദേശ വനിതകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. നമ്മുടെ പല ആൾക്കാരും കാണുന്നുണ്ട്, അവിടുത്തെ ആരെങ്കിലുമൊക്കെ നമ്മൾ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പിന് അർഹതയുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ പൗരത്വം നേടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള അല്ലെങ്കിൽ കാനഡയിൽ പോയി അല്ലെങ്കിൽ UK പോയൊക്കെ നമുക്ക് അവിടുത്തെ പൗരത്വം നേടി കഴിഞ്ഞാൽ സ്വയം തന്നെ എന്ത് ചെയ്യും, ആ ഒരു പൗരത്വം ഇല്ലാതാവും. അതാണ് നമ്മൾ അവസാനിപ്പിക്കൽ അല്ലെങ്കിൽ ടെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് അധികാരമുള്ള ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. നേരം ഓർമ്മിക്കുക. ഓക്കെ. അപ്പൊ ഏതൊക്കെ രീതിയിൽ പൗരത്വം ആർജിച്ചവരുടെ പൗരത്വം റദ്ദാക്കാൻ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളത്? ഒന്ന് ചിരകാല അധിവാസം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ. ഈ രണ്ട് തരത്തിലും ഇപ്പൊ ഏതൊക്കെ രീതിയിൽ പൗരത്വം ആർജിച്ചവരുടെ പൗരത്വം റദ്ദാക്കാൻ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളത്? ഒന്ന് ചിരകാല അധിവാസം, അത് ഒരുപാട് നാളായിട്ട് താമസിച്ച് വരുന്നവരെയും മറ്റേ രജിസ്ട്രേഷൻ മുഖാന്തരം ഈ 2 പൗരത്വങ്ങൾ റദ്ദാക്കാൻ വേണ്ടി പറ്റും. മറ്റെന്താണ്, അവസാനിപ്പിക്കും, ഓട്ടോമാറ്റിക്കലി അത് റദ്ദാവും. അവർ ആ പൗരത്വം എടുക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏക പൗരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. ഒരാൾക്ക് ഒരു പൗരത്വം മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ആ രാജ്യത്തെ പൗരത്വം എടുക്കുന്നതോടുകൂടി ഈ ഒരു ഇന്ത്യയിലെ പൗരത്വം എന്ത് ചെയ്യും, അവർക്ക് നഷ്ടമാവും. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട പൗരത്വമായിട്ട് നിങ്ങൾ ഏകദേശം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട്. വകുപ്പുകളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. 7-ാം വകുപ്പ് എന്താണ്? പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വഴിയുള്ള പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്നത് പൗരത്വ നിയമത്തിലെ എത്രാം വകുപ്പിലാണെന്ന് വെച്ചാൽ 7-ാം വകുപ്പിലാണ്. അതുപോലെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന പ്രതിപാദിക്കുന്ന നിഷേധമാണ് ഇത് 9 എന്ന് പറയുന്നത്. പിന്നെ എത്ര മാർഗങ്ങളിലൂടെ നമുക്ക് 5 മാർഗങ്ങളിലൂടെ നമുക്ക് പൗരത്വം ലഭിക്കും, 3 മാർഗങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടും. അതിന് അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ ഒരു പ്രഖ്യാപനത്തിലൂടെ നിരസിച്ച് പൗരത്വം നഷ്ടപ്പെടുന്ന ഏത് പേരിൽ അറിയപ്പെടുന്നു? പരിത്യാഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1980 ആണ്. ആദ്യമായിട്ട് ഭേദഗതി ചെയ്യപ്പെട്ട 1986 1980 അല്ല, 1986. ഒക്കെ ശ്രദ്ധിക്കുക, 1986 പൗരത്വ നിയമം ആദ്യമായിട്ട് ഭേദഗതി ചെയ്യപ്പെടുന്നത്. അപ്പൊ നിലവിൽ അത് ഭേദഗതി ചെയ്യപ്പെട്ടത് 2019 2019 ഡിസംബർ 12 അത് ഭേദഗതി ചെയ്യപ്പെട്ടത്. രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമാവുന്നത് 2019 ഡിസംബർ 12 അത് നിയമം നിലവിൽ വരുന്നത് 2020 ജനുവരി 9 2020 ജനുവരി 10 എന്ത് ചെയ്ത് നിലവിൽ വരുന്നത്? 2020 ജനുവരി 10 നിലവിൽ വരുന്നത്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ടങ് സ്ലിപ്പ് വരാറുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ PDF നോക്കിയായിരിക്കും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് എഴുതിയെടുത്തായിരിക്കും പഠിക്കുക, അപ്പോൾ തെറ്റില്ല. 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഓക്കെ. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് നോക്കാം. അപ്പോൾ സിറ്റിസണിനെ കുറിച്ച് ഏകദേശം അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞു ഓൾറെഡി റിവിഷൻ ക്ലാസ് ആണിത്. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും. അതുപോലെ എന്ത് ചെയ്യാം, നിങ്ങളും ആ ഒരു സ്പീഡിലേക്ക് വരിക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഏക പൗരത്വമാണ് നമ്മുടെ ഇന്ത്യയിൽ തുടരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഏക പൗരത്വം നമ്മൾ കടമെടുത്തത് രാജ്യമുണ്ടല്ലോ, ഏക പൗരത്വം നമ്മൾ കടമെടുത്ത് എവിടുന്നാണ്? ബ്രിട്ടീഷിനാണ്. ഓക്കെ. ബ്രിട്ടനിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഏക പൗരത്വം കടമെടുത്തത് ബ്രിട്ടനിലാണ്. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൗരത്വത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് എത്രയാണ്? അത് 5 മുതൽ 11 വരെയാണ്. ഓക്കെ. 5 മുതൽ 11 വരെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളിൽ പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. 5 മുതൽ 11 വരെയാണ്. അപ്പോൾ എന്തായാലും
പൗരത്വത്തെക്കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. നമുക്ക് പഠിക്കേണ്ട അടുത്ത ഒരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജോഗ്രഫിയിൽ വരുന്ന സമുദ്രങ്ങളും കടലുകളും എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമുദ്രങ്ങളും കടലുകളും ഒക്കെ ഏതൊരു റിവിഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, പഠിച്ചു പോവാം. ആകെ സമുദ്രങ്ങളുടെ എണ്ണം എത്രയാണ്? 5 നമുക്കറിയില്ല. ആകെ സമുദ്രങ്ങളുടെ എണ്ണം 5. 5 സമുദ്രങ്ങൾ ഓർമ്മയുണ്ടാവും. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, അന്റാർട്ടിക്, ആർട്ടിക്. 5 സമുദ്രങ്ങളാണ് ആകെ നമുക്കുള്ളത്. എത്ര? 5 സമുദ്രങ്ങളുണ്ട്. പസഫിക് ഉണ്ട്, അറ്റ്ലാന്റിക് ഉണ്ട്, ഇന്ത്യൻ സമുദ്രമുണ്ട്, അന്റാർട്ടിക് ഉണ്ട്, ആർട്ടിക് ഉണ്ട്. ഇവിടെ സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ മാപ്പിലൊക്കെ ഏകദേശം പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആഫ്രിക്കയാണ്, ഒന്ന് ഏഷ്യയാണ്, ഒന്ന് ഓസ്ട്രേലിയയാണ്. ഒക്കെ 3 വൻകരകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയയാണ്. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഓക്കെ. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്ത് നിന്ന് എത്ര ദൂരം വരെയാണെന്ന് വെച്ചാൽ 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഓക്കെ. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്ത് നിന്ന് എത്ര ദൂരം വരെയാണ്? 12 നോട്ടിക്കൽ മൈലാണ്. 12 നോട്ടിക്കൽ മൈലിലാണ് ഒരു രാജ്യത്തിന് പൂർണ്ണമായിട്ട് അധികാരമുള്ള സമുദ്രഭാഗം. തീരത്ത് നിന്ന് എത്ര വരെയാണ്? 12 നോട്ടിക്കൽ മൈലാണ്. ഓക്കെ. ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് 24 നോട്ടിക്കൽ വരെയുള്ള പ്രദേശത്തെ പറയുന്ന പേരാണിത് കണ്ടിൻജസ് സോൺ. ഓക്കെ. കണ്ടിൻജസ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്ര പ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടിൻജൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ 12 നോട്ടിക്കൽ മൈൽ വരെയാണ് അവരുടെ ഒരു രാജ്യത്തിന്റെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പൂർണ്ണ അധികാരം 12 നോട്ടിക്കൽ മൈൽ വരെയാണെന്ന കാര്യം മറക്കരുത്. ഓക്കെ. അപ്പോൾ അടുത്തത്, ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെ സമുദ്ര പ്രദേശമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 200 ആണ്. അപ്പൊ 200. അപ്പൊ ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്ര പ്രദേശമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ 200 നോട്ടിക്കൽ മൈലാണ്. അപ്പൊ 200 നോട്ടിക്കൽ മൈലാണ് എന്താണ് ഒരു രാജ്യത്തിന്റെ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്കണോമിക് സോൺ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്കണോമിക് സോൺ ചോദിച്ചാൽ അത് 200 ആണ്. 200 നോട്ടിക്കൽ മൈലാണ്. ഓക്കെ. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാണ്? കാനഡയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ്. ഓക്കെ. അപ്പൊ സോണാർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സമുദ്രത്തിന്റെ ആഴം അറിയാനാണ്. ഓക്കെ. സമുദ്രത്തിന്റെ ആഴം, സമുദ്രത്തിന്റെ ഡെപ്ത് അറിയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സോണാർ ഉപയോഗിക്കുന്നത്. സോണാർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിന്റെ ഡെപ്ത് അറിയാൻ. ഓക്കെ. സോണാർ ഉപയോഗിക്കുന്നത് എന്താണ്? സമുദ്രത്തിന്റെ ആഴം അറിയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സോണാർ ഉപയോഗിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാണ്? കാനഡയാണ്. ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ അത് നിർത്താം. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ്. സോണാർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിന്റെ ആഴം അറിയാൻ വേണ്ടിയാണ് കാര്യം ഓർമ്മിക്കുക. ഓക്കെ. അടുത്ത തലാസോഗ്രഫി എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് കടലുകളെ കുറിച്ച്. ഓക്കെ. അല്ലെങ്കിൽ ഓഷ്യാനോഗ്രഫി എന്ന് പറയും. തലാസോഗ്രഫി എന്ന് പറയും. പിന്നെ ഓഷ്യാനോഗ്രഫി. ഓഷ്യാനോഗ്രഫി എന്താണ്? തലാസോഗ്രഫിയും ഓഷ്യാനോഗ്രഫി എന്താണ്? സമുദ്രത്തെ കുറിച്ചുള്ള, കടലുകളെ കുറിച്ചുള്ള പഠനമാണ് ഇത് നമ്മുടെ തലാസോഗ്രഫി. തലാസോഗ്രഫി എന്നത് നമ്മുടെ കടലുകളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണിത് അന്റാർട്ടിക് സമുദ്രം. ഓക്കെ. അന്റാർട്ടിക് എന്തല്ല? തുറമുഖങ്ങളില്ല. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രമാണിത് അന്റാർട്ടിക് സമുദ്രം എന്നത്. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രമാണിത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. ഓക്കെ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. നേരെ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തോട് അടുത്തുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ത്യൻ സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഏതൊക്കെയാണ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. ഇന്ത്യൻ സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. 4 വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. ഇതെന്തെങ്കിലുമൊക്കെ കോഡിട്ട് വെച്ചാൽ മതി. അപ്പം ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ച് കോഡിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം മനസ്സിലാവും. അടുത്ത് ആർട്ടിക് സമുദ്രത്തോട് ഏതാണ്? വടക്കേ അമേരിക്കയും യൂറോപ്പും മാത്രമാണ്. ഓക്കെ. വടക്കേ അമേരിക്കയും നോർത്ത് അമേരിക്കയും അതുപോലെ യൂറോപ്പ് മാത്രമാണ് എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രത്തോട് ചേർന്നുള്ളത്. ഓക്കെ. നോർത്ത് അമേരിക്കയും യൂറോപ്പും മാത്രമാണ് ആർട്ടിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ. ഇനി പസഫിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഏതൊക്കെയാണ്? ഒന്ന് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. അപ്പൊ 4 പസഫിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവയാണ് പസഫിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ എന്ന് പറയുന്നത്. ഓക്കെ. സമുദ്രത്തിന്റെ ശരാശരി ആഴം എത്രയാണ്? 3554 മീറ്റർ. ഓക്കെ. ഏകദേശം 3.5 കിലോമീറ്റർ ആണ് ഇത് സമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത്. 3554 മീറ്റർ. അടുത്തതായിട്ട് അന്റാർട്ടിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഏതൊക്കെയാണ്? ഒന്ന് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. 4 ഓക്കെ. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. സോ അന്റാർട്ടിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ എന്ന് പറയുന്നത് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, തെക്കേ അമേരിക്കയാണ്. ഓക്കെ. അപ്പൊ പണ്ട് പാഞ്ചിയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെടുന്ന ഏതാണ്? പന്തലാസയാണ്. ഓക്കെ. പാഞ്ചിയ എന്ന
ഭൂഖണ്ഡത്തെ വലം ചെയ്തിരുന്ന പണ്ടത്തെ സമുദ്രം അറിയപ്പെടുന്ന പേരേതാണ്? പന്തലാസാണ്. PSC ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. പാഞ്ചിയെ വലം ചെയ്തിരുന്ന നമ്മുടെ പ്രാചീന സമുദ്രം അറിയപ്പെടുന്ന പന്തലാസയാണ്. ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് കുറവായിരിക്കും. ഭൂമിയിലെ ആകെ ജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം? 3%. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 3% ഇത് ശുദ്ധജലം. ഭൂമിയുടെ ആകെ ജലത്തിന്റെ 3% ഇത് ശുദ്ധജലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഭൗമോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്നത് വെച്ചാൽ 71%. ഓക്കെ, ഭൗമോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്നത് വെച്ചാൽ 71%. ഭൗമോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്നത് വെച്ചാൽ 71%. അത് സമുദ്രജലത്തിന്റെ ശരാശരി താപനില എത്ര ഡിഗ്രി സെന്റിമീറ്റർ ഗ്രേഡാണെന്ന് വെച്ചാൽ 15 ആണ്. ഓക്കെ, ശരാശരി താപനില, സമുദ്രജലത്തിന്റെ ശരാശരി താപനില എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണെന്ന് വെച്ചാൽ 17 സെന്റിഗ്രേഡ്. ഓക്കെ, 17 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അതിന്റെ താപനില. ഓക്കെ, ഒരു LGS ക്വസ്റ്റ്യൻ ആണ് ഇത്. ജീവന്റെ ഉത്ഭവം എവിടെയാണെന്ന് വെച്ചാൽ അത് എവിടെയാണ്? അത് സമുദ്രത്തിലാണ്. ജീവന്റെ ഉത്ഭവം എന്നുള്ളത് സമുദ്രത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് സമുദ്രവും അതുപോലെ നമ്മുടെ എന്താണ് സമുദ്രവും കടലുകളും എന്ന ഒരു ടോപ്പിക്കിൽ അറിയേണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓരോ പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ആർട്ടിക്, അന്റാർട്ടിക് എല്ലാം എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇനിയല്ല, നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചു തരാം. അപ്പോൾ അത് ഓരോന്നിനും ഒരു 5 അല്ലെങ്കിൽ മാക്സിമം ഒരു 10 പോയിന്റിനുള്ളിലാണ് എല്ലാത്തിനും ഉള്ളത്. അത്ര മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓരോ ടോപ്പിക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായത് പറയുക. അതുപോലെ പൗരത്വമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പൗരത്വത്തിന്റെ ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, താഴെ കമന്റ് സെക്ഷനിൽ പൗരത്വം സിറ്റിസൺഷിപ്പിന്റെ ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണെന്ന് പറയാം. പിന്നെ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഈ ഒരു കേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും പറ്റുമെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏകദേശം സമീപം തന്നെ 20 മിനിറ്റോളം കഴിഞ്ഞു. ഇനി കൂടുതലായാലും നമ്മളത് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇട്ട് തരാം. അപ്പോൾ അടുത്ത ഹോട്ട് ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ PDF വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറിൽ 9846243384 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സാറ് എല്ലാ ദിവസവും ഇടുന്ന PDF നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെതും മറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ കഴിയട്ടെ, ജോലി പെട്ടെന്ന് കിട്ടട്ടെ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ PDF ഞാൻ അവിടെ ഷെയർ ചെയ്യാം. ടെലഗ്രാം ചാനലിൽ കട്ട് ഓഫ് പ്ലസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7000 കട്ട് ഓഫ് പ്ലസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 7000 മീൻസ് ഓൾമോസ്റ്റ് 7900 ആൾക്കാരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം. ടെലഗ്രാം ചാനൽ കാണാം. അവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, കാരണം എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും, അത് ശല്യമാവും. അതുകൊണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ട ഉപകാരപ്പെടുന്ന തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും പെട്ടെന്ന് ജോലി ഇട്ടിട്ടെ. ബൈ.